മലയോര മേഖലയിൽ എങ്ങനെ സുരക്ഷിതമായി യാത്ര ചെയ്യാം, അതിന് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും റോഡ് സുരക്ഷാ വിദഗ്ധരുമൊക്കെ നമ്മളോടൊപ്പം ഈ യാത്രയിൽ പങ്കുചേരുകയാണ്. അവർ പറഞ്ഞു തരും എങ്ങനെയായിരിക്കണം മലയോര മേഖലയിലെ ഡ്രൈവിംഗ് എന്ന്. ഹൈറേഞ്ച് റോഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ വേഗതയെ ബ്രേക്കിന് ഉപയോഗിക്കാതെ കഴിയുന്നതും ഗിയർ ഡൗൺ ചെയ്തുകൊണ്ട് എൻജിൻ ബ്രേക്കിൻ്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കേണ്ടത് ബ്രേക്ക് ചവിട്ടി നിരന്തരമായ ആപ്ലിക്കേഷനിലൂടെയല്ല വേഗത കുറയ്ക്കേണ്ടത്. വാഹനം ഏറ്റവും ലോ ഗിയറിലിട്ട് ഓടിച്ചാണ് വാഹനത്തിൻ്റെ വേഗത കുറച്ച് ഘാട്ട് റോഡുകളിൽ വാഹനം ഓടിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടാൽ അറിയാം. ഇപ്പോൾ വാഹനം ഞാൻ 1ാമത്തെ ഗിയറിലിട്ടാണ് ഓടിക്കുന്നത്, ഏറ്റവും ലോ ഗിയറാണ് ഇത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏത് ഗിയറിലാണോ വാഹനം നമ്മൾ ഓടിക്കുന്ന ഭാഗത്ത് കയറ്റം കയറുന്നത് അതേ ഗിയറിൽ തന്നെ ഇറക്കണം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എന്തെങ്കിലും കാരണവശാൽ വാഹനം ഏതെങ്കിലും ഭാഗത്ത് ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്കിൻ്റെ എഫിഷ്യൻസി കുറയുന്നു എന്ന് തോന്നിയാൽ ഉടൻ തന്നെ വാഹനം അവിടെ നിർത്തി അത് നോർമൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി ആയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ ഈ വാഹനം വീണ്ടും എടുക്കാവൂ. ബ്രേക്ക് സിസ്റ്റം പ്രവർത്തിക്കാതെ വരുന്നത് 3 കാരണങ്ങളാലാണ്. ഒന്ന് മെക്കാനിക്കൽ ഫേഡിംഗ് എന്ന് പറയും, 2 ഫ്രിക്ഷണൽ ഫേഡിംഗ്, 3 ഫ്ലൂയിഡ് ഫേഡിംഗ്. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഓടിച്ച ആൾക്കാർ മാനുവൽ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും മാനുവൽ വാഹനങ്ങൾ ഓടിച്ച ആളുകൾ ഓട്ടോമാറ്റിക് വാഹനങ്ങളിലേക്ക് ഓടിക്കുമ്പോഴും ചില മാറ്റങ്ങളുണ്ട്. അത് വളരെ കൃത്യമായി അറിഞ്ഞ് അതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള വാഹനങ്ങൾ ഇത്തരം മലമ്പാതകളിൽ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഫുള്ളി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൽ മോഡിലേക്ക് വാഹനങ്ങൾ മാറ്റണം. ഇതേപോലെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളാണെങ്കിൽ അതിൻ്റെ റീജനറേഷൻ മോഡ് സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ തന്നെ കൂടുതൽ ഹെവി ആയിട്ടുള്ള റീജനറേറ്റീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള രീതികൾ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഇവിടെ ലൈറ്റ്, നോർമൽ, ഹെവി 3 മോഡ് കാണാവുന്നതാണ്. സാധാരണ നമ്മൾ ഡ്രൈവിങ്ങിൽ നോർമൽ മോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഹൈ റേഞ്ചുകൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഹെവി റീജനറേഷൻ മോഡ് നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു 180 ഡിഗ്രി കർവിൻ്റെ മുമ്പിലാണ്, ഒരു ഹെയർ പിൻ ബെൻഡിൻ്റെ മുമ്പിലാണ്. നമ്മൾ ഈ കാണുന്നത് ഒരു ഒബ്ജക്റ്റ് മാർക്കറാണ്. ഇതറിയപ്പെടുന്നത് ഷെവറോൺ മാർക്കിംഗ് എന്നാണ്. മുന്നിലൊരു ഷാർപ്പായ വളവുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത്തരം റോഡ് ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൽ കാര്യമായ പങ്കുകളുണ്ട്. നമ്മൾ കാണുന്ന റോഡ് ബാങ്കിങ് മുതൽ സഡനായിട്ടുള്ള കർവുകൾ ഒഴിവാക്കാനുള്ള ട്രാൻസിഷൻ കർവുകൾ, ഇതെല്ലാം റോഡ് ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ക്രാഷ് ബാരിയർ, നമ്മൾ കഴിഞ്ഞ അപകടത്തിൽ കണ്ടതാണ്, ഒരു ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രാഷ് ബാരിയറുകൾക്കും എല്ലാം റോഡ് അപകടങ്ങളുടെ ആഘാതം പരമാവധി കുറയ്ക്കാൻ സാധിക്കും. ഇത് അവധിക്കാലമാണ്. നമ്മൾ ഓരോരുത്തരും ഡ്രൈവർമാരായി മാറുന്ന സമയം, കുടുംബത്തോടൊപ്പം യാത്രകൾ പോകുന്ന കാലം. എങ്ങനെയാണ് മലയോര മേഖലയിൽ വാഹനങ്ങൾ ഓടിക്കേണ്ടതെന്നത് ഇപ്പോൾ കണ്ടു പഠിക്കേണ്ട സമയം കൂടിയാണ്, പ്രത്യേകിച്ച് വാൽപ്പാറ ദുരന്തത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ. സുജോ എഡ്വേർഡിനും വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്.